ഇന്നലെയാണ് താമരശ്ശേരി ചുരത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വാഹനങ്ങളൊക്കെ വഴിതിരിച്ചുവിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ചുരത്തിലൂടെയുള്ള ഗതാഗതം ഇന്നെന്തായാലും കല്ലും മണ്ണുമൊക്കെ നീക്കം ചെയ്യാനുള്ള നടപടികൾ പുനരാരംഭിക്കുമെന്നാണ് അറിയുന്നത്. എന്തായി അവിടെ സാഹചര്യം എന്ന് നോക്കാം. ഫൈസൽ നെടുമ്പാല താമരശ്ശേരി ചുരത്തിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഫൈസൽ, അവിടെ മണ്ണൊക്കെ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വാഹനങ്ങൾ എങ്ങനെയാണ് വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്? അതന്നെയാ നമ്മൾ നേരത്തെയൊക്കെ ദിവ്യ, നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങൾ ഇപ്പോഴും കുറ്റ്യാടി ചുരവും അതുപോലെ നാടുകാടി ചുരവും വഴി തന്നെയാണ് കടത്തിവിടുന്നത്. വയനാട് ചുരം വഴി ഒരു വാഹനവും ഇതുവരെ കടത്തി വിട്ടിട്ടില്ല. ആംബുലൻസ് മാത്രമാണ് ഇപ്പോൾ കടത്തിവിട്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിറ്റാച്ചിയും JCBയും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. അല്പം മുമ്പ് നമ്മോട് ജില്ലാ കളക്ടർ സംസാരിച്ചിരുന്നു. ഉച്ചയോടുകൂടി തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമികമായ ഒരു പരിശോധന നടത്തി. ഈ പരിശോധനയിൽ നിലവിൽ മുകളിൽ, അതായത് ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞു വീണ ആ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായിരുന്നാലും കൂടുതൽ പഠനം നടത്തുന്നതിന് വേണ്ടി ജിയോളജി വകുപ്പിന്റെയും അതുപോലെ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മുകളിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ മണ്ണ് ഇടിഞ്ഞ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അവിടെ കൂടുതൽ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഒരു പൊതുവായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടുക. കാരണം പൂർണ്ണമായും ചുരം ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ബാക്കി പ്രശ്നങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്ന് ഉറപ്പായാൽ കൂടുതൽ ഉച്ചയോടുകൂടി തന്നെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ ജിയോളജിക്കൽ, മണ്ണ് സംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവരുടെ സംയുക്തമായ ഒരു പരിശോധന തുടരും. നേരത്തെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു പാറക്കെട്ട്, വലിയൊരു പാറയുടെ ഭിത്തികൾ അല്ലെങ്കിൽ പാറയുടെ കഷ്ണങ്ങൾ പാളികളായി അടർന്നു വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും മുകളിൽ ഉള്ള ഇപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ക്രാക്കോ, പാറയുടെ ഭാഗത്ത് ക്രാക്കോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രാരംഭ ഘട്ടങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്ത് പൂർണ്ണമായും ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. യെസ്, എന്തായാലും നിലവിലെ പുരോഗതി വിലയിരുത്താനായി അല്പസമയം മുൻപ് അവിടെ വയനാട് ജില്ലാ കളക്ടർ എത്തിയിരുന്നു. മേഘശ്രീ IAS അവിടെ എത്തി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം കൂടി കാണാം. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും എന്തായാലും they will be going up. ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റി ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് പുനഃസ്ഥാപിക്കാം. പ്രോബ്ലി ബൈ ആഫ്റ്റർനൂൺ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണെന്നുള്ളത്. വലിയ ക്രാക്ക് ഒന്നും കാണുന്നില്ല, പക്ഷേ ഡ്രോണൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഒന്നും കൂടി ഒരു ഫിസിക്കലായിട്ടൊന്ന് ഇൻസ്പെക്ഷൻ നമുക്ക് ചെയ്തിട്ട് ജിയോളജിസ്റ്റ് ഉണ്ട്, സോയിൽ കൺസർവേഷൻ ഓഫീസർ ഉണ്ട്, ഹസാർഡ് അനലിസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിന്റെ റേഞ്ച് ഓഫീസർ ഉണ്ട്, ഡ്രോണിന്റെ ഒരു ടീമുണ്ട്. ഇത്ര ആൾക്കാരും പരിശോധിക്കും. അവരടുത്ത് നമ്മൾ കോൺസ്റ്റന്റ് ടച്ചിലാണ് ഉള്ളത്.